ഇവിടെ മാറാടിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു അനുഭവം കൂടി പറയാം. മാറാടിൻ്റെ അക്കാലത്തെ ഏറ്റവും ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിൻ്റെ ഒരു വസ്തുതയാണ് ഇപ്പോൾ ജയ്ക്ക് സൂചിപ്പിച്ചത്. അന്ന് അത്തരം വെല്ലുവിളികളും തടയാൻ ശ്രമിച്ചപ്പോൾ അതിനെ കൂസാതെ അവിടേക്ക് പോയ അന്നത്തെ CPM-ൻ്റെ പാർട്ടി സെക്രട്ടറിയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം തടയുന്ന സാഹചര്യം, മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രിയെയും. അത് ജയ്ക്ക് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ അനുഭവത്തിലുള്ള ഒരു വസ്തുതയാണ്. ഞാൻ പറയാൻ വരുന്നത് മറ്റൊന്നാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട മാധ്യമത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു സീനിയർ ജേർണലിസ്റ്റ്, അദ്ദേഹത്തിന് ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യകാലങ്ങളിലാണ് മാറാട് വെച്ച് ഈ പറഞ്ഞതുപോലെ കൊലയാളികൾക്ക് മുമ്പിൽ വർഗീയത ആളിപ്പടർത്തി ഒരു നാടിനെ ഏറ്റവും അശാന്തമാക്കി കൊലക്കത്തിക്ക് ഇരയാക്കുന്ന വിധം നിൽക്കുന്നൊരു അന്തരീക്ഷത്തിൽ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയി ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ ജീവന് വേണ്ടി അവർക്ക് മുമ്പിൽ കേണപേക്ഷിച്ച് യാചിച്ചു നിന്ന ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം പിന്നെ എന്നോട് പറഞ്ഞൊരു അനുഭവമുണ്ട്. അന്ന് ആ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് ജീവൻ തിരിച്ചു കിട്ടി അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം വരുന്നൊരു ഫോൺ കോൾ അത് പിണറായി വിജയൻ്റേതായിരുന്നു. ആ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിണറായി വിജയൻ്റെ നമ്പർ അതിനു മുമ്പുമില്ല പിന്നീടുമില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ പരിചയമില്ല. പക്ഷേ അവിടെ അങ്ങനൊരു അപകടകരമായ സാഹചര്യം ഒരു മാധ്യമപ്രവർത്തകൻ നേരിട്ടു എന്നറിയുമ്പോൾ അവിടേക്ക് അദ്ദേഹത്തെ തേടി ഒരു കോൾ വന്നു എന്ന നിലയിൽ പറഞ്ഞ ആ ഒരു അനുഭവം സമീപകാലത്ത് ഞങ്ങളൊക്കെ തമ്മിൽ സംസാരിച്ചപ്പോൾ പങ്കുവെച്ചതുകൂടി സ്വാഭാവികമായി ഇത് കേട്ടപ്പോൾ പറയണം എന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് വരികയാണ്. ലാൽ, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പൂർവ്വമായി ബന്ധപ്പെട്ട നടപടികൾ DGP-യുടെ തന്നെ കവറിംഗ് ലെറ്റർ, ഞാൻ ജയ്ക്ക് പറഞ്ഞതിനെയാണ് ഉദാഹരിക്കുക, കവറിംഗ് ലെറ്റർ വെച്ചാണ് ലോ ആൻഡ് ഓർഡർ ചാർജുള്ള ADGP-ക്ക് അക്കാര്യത്തിൽ വീഴ്ച പറ്റി, മാത്രമല്ല ആ അജിത് കുമാറിൻ്റെ റിപ്പോർട്ടാകെയും സമഗ്രമല്ല എന്ന് കണ്ടുകൊണ്ടാണ് 3 പ്രത്യേകതരം വളരെ ശക്തമായ 3 തലങ്ങളിലുള്ള അന്വേഷണത്തിനും ഇന്ന് തീരുമാനം വന്നിട്ടുള്ളത്. അതിനുശേഷവും പ്രതിപക്ഷ നേതാവ് പറയുന്നത് പൂരം കലക്കിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിൽ പറയുന്നു. ഇവിടെ ഈ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിലും ആ നിലപാട് ആവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജയ്ക്കാകട്ടെ പോലീസിലെ പുഴുക്കുത്തുകളെ സംബന്ധിച്ച് UDF-ഉം LDF-ഉം എടുത്തിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് താരതമ്യം ചെയ്യുന്നു. ഇങ്ങനെ വസ്തുതകളിലേക്ക് ഇറങ്ങി മുന്നോട്ട് പോയി ഒരു പരിശോധന നടത്തിയാൽ എത്രമാത്രം UDF-ന്, പ്രതിപക്ഷ നേതാവിന് LDF സർക്കാരിനെ വിമർശിക്കാൻ ശേഷിയുണ്ടാകും? പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ ഈ ഘട്ടത്തിലെടുക്കുന്ന നിലപാട് വസ്തുനിഷ്ഠമാണോ, ശരിയായിട്ടുള്ളതാണോ? ലാൽ എങ്ങനെ കാണുന്നു? അതിന് മുമ്പ് താങ്കളുടെ ചോദ്യത്തിൻ്റെ സത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് താങ്കളുടെ വിഭാഗത്തെ മാധ്യമപ്രവർത്തകരെ ഒന്ന് വിമർശിക്കണം എന്നെനിക്ക് ആദ്യം തോന്നുന്നു. എന്താണ് കാരണം നമ്മൾ പറയുന്നത് ഓരോന്നും മാധ്യമപ്രവർത്തകരാണ് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഞാൻ കേൾക്കുകയായിരുന്നു. അതിനകത്ത് ഒരു കത്തി കൊണ്ടുവന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ തമ്മിൽ കത്തി കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നേനെ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. വെർബൽ സ്പാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മേളിൽ ഇല്ല. നിങ്ങൾക്ക് വ്യക്തമായ ഒരു കാര്യം ചോദിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ആര് തന്നെ ആകട്ടെ, പിണറായി വിജയന് പകരം നിങ്ങൾ അവിടെ AK ആൻ്റണിയോ VD സതീശനോ ആര് തന്നെ ഇരിക്കട്ടെ, ആ മനുഷ്യനോട് ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഗൗരവപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആ ചോദിച്ചറിയാനുള്ള കാര്യം വ്യക്തമായി പെതുക്കെ ചോദിക്കാം, ഉറക്കെ ചോദിക്കാം. അദ്ദേഹം തന്നെ ഒരു 10 പ്രാവശ്യമെങ്കിലും 78 വയസ്സുള്ള ആ മനുഷ്യൻ, 78 വയസ്സുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, എൻ്റെ കണക്ക് തെറ്റാണ് വിട്ടേക്ക്, ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഒരു സീനിയർ ആൾ പറയുകയാണ്, കേരളത്തിൻ്റെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയക്കാരൻ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരായി ചോദിക്കൂ, ഓരോരുത്തരായി ചോദിച്ചാലേ എനിക്ക് മറുപടി പറയാൻ പറ്റൂ. നിങ്ങൾ എന്തോ കാണിക്കുന്നേ? നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തും? നിങ്ങളെന്താ ഈ പറയുന്ന ഈ വാർത്താ സമ്മേളനം കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ CPIM-ഉം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും ഒക്കെ അങ്ങ് ഇല്ലാതാവുമെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? അത് മാധ്യമങ്ങളോടുള്ള ഒരു ചോദ്യമാണ്, നാണക്കേടിൻ്റെ അങ്ങേ അറ്റമാണ്. നിങ്ങൾക്ക് സംസ്കാരമുണ്ട്, നിങ്ങൾ സംസ്കാരത്തിൻ്റെ ഉത്തുംഗത്തിൽ നിൽക്കുന്നവരാണ്. ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ പ്രവർത്തനം നടത്തുന്നു, ജനാധിപത്യത്തിൻ്റെ മൂല്യം മൊത്തം പിടിച്ചു നിർത്തുന്ന നിങ്ങളാണെന്നാ ഈ ചർച്ചകളൊക്കെ കേട്ടാൽ തോന്നുക. ജനാധിപത്യത്തിൻ്റെ ഒരു കണിയെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സംസ്കാര ശൂന്യമായ രീതിയിൽ നിങ്ങൾ ചോദ്യം ചോദിക്കത്തില്ല. അത് ചോദ്യം ചോദിക്കാനുള്ള ആവേശം കൊണ്ട് ചോദ്യം ചോദിക്കാനുള്ള ആവേശം കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് ശരി. അപ്പം പിന്നെ നിങ്ങൾ ജനാധിപത്യത്തിൻ്റെ വർത്താനം കൂടെ പറയരുത്. നിങ്ങൾ തമ്മിൽ തന്നെ ആര് ചോദിക്കണമെന്നുള്ള ഒച്ച വെക്കുക. ഒരു ചാനലുകാരൻ ചോദിക്കുമ്പം അവൻ്റെ ചോദ്യത്തിന് മേളിൽ അപ്പുറത്തെ ചാനലുകാരൻ ചോദിച്ചാൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ജനാധിപത്യമുണ്ട്, നിങ്ങൾ സാവധാനം മറ്റുള്ള മനുഷ്യരെ കേൾക്കുന്നവരാണ് എന്നുള്ള ഈ പറയുന്ന
തിയറിയും കൂടി ഇങ്ങോട്ട് വരരുത്. രണ്ടും കൂടെ നടക്കത്തില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞേ പോത്തുള്ളൂ. പിന്നെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കൂ, പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പിണറായി വിജയൻ ഒരു കാര്യം പറയുമ്പം, ഒരു വിഷയത്തിൽ ഗൗരവത്തിലൊരു കാര്യം പറയുമ്പം അദ്ദേഹം അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ട് പ്രവർത്തിക്കാതിരുന്നതായിട്ടുള്ളൊരു ശീലം ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം ആദ്യം തൊട്ടേ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇൻവെസ്റ്റിഗേഷൻ്റെ റിസൾട്ട് വരട്ടെ, അതിനെ അനുസരിച്ച് ആക്ട് ചെയ്യാം. നിങ്ങൾക്ക് CPIയെ കാണിക്കാം. ഇവിടെ സേനാപതി വേണു പറഞ്ഞ പോലെ RJD എതിരഭിപ്രായം പറയുന്നുണ്ട്, എല്ലാ ദിവസവും പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് കാര്യമുണ്ട്. വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. വളരെ പെതുക്കെയാണ്. വരട്ടെ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വരട്ടെ. നമുക്ക് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ്റെ റിസൾട്ട് അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അത് അതിഗൗരവമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ചാടിക്കേറി ഒരു കാര്യം ചെയ്യുന്നതിനെക്കാട്ടിലും ഗൗരവത്തിൽ ചെയ്യാൻ പറ്റും ഈ പറയുന്ന നിങ്ങൾ ബേസ് ക്ലിയർ ആക്കി പോവുകയാണെങ്കിൽ. ഞാൻ 1-2 കാര്യം പറയാം അതിനകത്ത്. എന്നെ കേൾക്കുന്നവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ വരുന്ന ഒരു ചർച്ചയുടെ ഒരു പ്രശ്നം, ഈ മനുഷ്യനെ അങ്ങ് മാറ്റിയാൽ പോരെ, ADGP അജിത് കുമാർ, MR അജിത് കുമാറിനെ ചുമ്മാതെ അങ്ങ് മാറ്റിയാൽ പോരെ. അങ്ങനെ മാറ്റിയാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങളിലേക്ക് മാധ്യമപ്രവർത്തകർ എത്തിക്കത്തില്ല. നോക്കൂ, കേരളത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്തിനാണ് ആക്രമിക്കുന്നത്? അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാർ ഈ പറയുന്ന മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുകയും ആ മതനിരപേക്ഷ വോട്ടുകൾ നമ്മളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും കമ്മ്യൂണിറ്റിക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്സിസ്റ്റൻസ് വളരെ പേർട്ടിനൻ്റാണ്. അതിനൊരു സംശയമില്ല. അതിനെ തകർക്കണമെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ തലയ്ക്ക് അടിച്ചാലേ പറ്റൂ. അതുകൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിം വിരുദ്ധത പിണറായി വിജയൻ പറയുന്നു, അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധത പറയുന്നു എന്ന് പറഞ്ഞ് ഈ പറയുന്ന കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ പറയുന്ന ഹിന്ദു വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയ്ക്ക് ഇടയ്ക്ക് സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ, അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇപ്പം നോക്കൂ, MR അജിത് കുമാറിനെ ഈ പറയുന്ന പദവിയിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇവിടുത്തെ ഹിന്ദു വർഗീയവാദികൾ പറയാൻ പോകുന്നത്, RSSൻ്റെ ആളെ കണ്ടോണ്ട് മാറ്റി, ഇവിടുത്തെ ഇതാണ് ഹിന്ദുക്കൾക്കെതിരാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ ഞാൻ ആദ്യത്തെ ചർച്ചയിലേ ഞാൻ പറഞ്ഞതാണ്, ഒരാൾക്കെതിരെ ഒരു നടപടി എടുക്കുമ്പം നിങ്ങളുടെ അതിനകത്ത് സബ്സ്റ്റൻസ് ഉണ്ടാകണം. സബ്സ്റ്റൻസ് ഇല്ലാതെ എന്ത് നടപടി എടുത്താലും, ആര് പറഞ്ഞാലും, അത് CPI പറഞ്ഞാലും RJD പറഞ്ഞാലും ദൈവം തമ്പുരാൻ ഇറങ്ങിവെന്ന് പറഞ്ഞാലും അത് തെറ്റാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ പൊസിഷൻ വളരെ ക്ലിയറാണ്. മറ്റേത് ഒരു വൈകാരികതയും കൂടെ അതിനകത്ത് കടന്നു കയറുന്നുകൊണ്ടാണ്. വികാരപരമല്ലാതെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം അവധാനതയോടുകൂടി നോക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ലാല്, ഞാനൊരു ചെറിയ കാര്യം കൂടെ ചോദിക്കും. ഞാൻ നേരത്തെ സേനാപതിയോട് ലാലിനോട് തന്നെയാണ്, സേനാപതിയോട് ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചു, പലതവണ ചോദിച്ചു. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യം, അജിത് കുമാർ ഈ പറഞ്ഞ വിഷയങ്ങളിൽ അന്വേഷണം നേരിടുന്നുണ്ടോ? അന്വേഷണം നേരിടുന്നു എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല, അന്വേഷണം നേരിടുന്നില്ല എന്നും പറയാൻ തയ്യാറായില്ല. പക്ഷേ അദ്ദേഹം സ്വതന്ത്രനായി നടക്കുകയാണല്ലോ എന്ന് പറയുന്നതിൽ ഒരു ധ്വനിയുണ്ട്. ആ നിലയിലാണ് കോൺഗ്രസ് ഈ വിഷയങ്ങളെ കാണുന്നതെങ്കിലോ? നോക്കൂ, ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ട് വരുന്നു. ADGP കൊടുത്ത റിപ്പോർട്ട് ചുമ്മാതെ DGP ഗൾഫ് ചെയ്യുകയാണോ ചെയ്തത്? നോ. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത്, ഒരു നോട്ടോട് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് ചെന്നത്. മുഖ്യമന്ത്രി ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യം എന്താ പറഞ്ഞത്? ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്. ആണോ? സംഘപരിവാറുകാരെ രക്ഷിക്കാനാണ് പിണറായി വിജയൻ ഇടപെടുന്നതെങ്കിൽ സംഘപരിവാറുകാരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രൈമ ഫേസിയ മനസ്സിലാക്കുന്നതെന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? പറയാതിരുന്നോ? അപ്പൊ എന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? തെളിവുകൾ വരട്ടെ എന്നാണ്. നിങ്ങൾ തെളിവുകൾ ഇല്ലാതെ ഒരാൾക്കെതിരെ ആക്ട് ചെയ്താലുള്ള കുഴപ്പം എന്നറിയോ? അത് ആർബിട്രറി ആയി പോകും. ആ ആർബിട്രറി ആക്ഷൻ വികാരപരമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ കുഴപ്പം ഈ പറയുന്ന ആൾക്കാർ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന RSS, ഹിന്ദു വർഗീയവാദികൾ എല്ലാം കൂടെ വന്നിട്ട് ഇദ്ദേഹം ഹിന്ദു ആയതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ചെയ്തതെന്നൊരു നറേറ്റീവ് കേരളത്തിൽ കൊണ്ടുവരും. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കൊണ്ടുവരും. അതിനെ ഗെറ്റ് ഓവർ ചെയ്യുന്ന എങ്ങനെയാ? അതിനെ ഗെറ്റ് ഓവർ ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു സോളിഡ് പേപ്പർ വേണം. യു ഷുഡ് ഹാവ് പ്രൂഫ്സ് വിത്ത് യു സേയിങ് ദാറ്റ് ദിസ് ഈസ് അവർ എവിഡൻസ്. ദിസ് ഈസ് അവർ എവിഡൻസ് ടു ഷോ ദാറ്റ് ദിസ് മാൻ ഹാസ് മാനിപ്പുലേറ്റഡ്. അല്ല പിന്നെന്താ? ഈ എൻറ്റയർ കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്.
എന്ന് പറയണമെങ്കിൽ പേപ്പർ കൈ വേണം. ആ പേപ്പർ കയ്യിൽ വേണം എന്നുള്ള ബോധ്യം മുഖ്യമന്ത്രിക്കുണ്ട്. ഇത് മനസ്സിലാക്കാത്തവരൊന്നും അല്ല ഈ പറയുന്ന പ്രതിപക്ഷമൊന്നും. പക്ഷെ എന്നാലും രാഷ്ട്രീയ ആരോപണം നടത്തുകയാണ്. ഇപ്പൊ സുനിൽകുമാർ ഒരു കാര്യം പറയുന്നു. സുനിൽകുമാർ അത് ഉറപ്പായിട്ട് പറയും. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനാണ്, അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു പോയതാണ്. പക്ഷേ സുനിൽകുമാർ തന്നെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ വന്നിരുന്നതാണെങ്കിൽ ഇത് പറയത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. അത് ഇങ്ങ് മാറ്റിയാൽ പോരെ എന്ന് വെച്ചാൽ പെട്ടെന്ന് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അങ്ങനെ മാറ്റിയാൽ ഉണ്ടാകുന്ന പ്രശ്നം നോക്കൂ. ഈ പറയുന്ന പോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം കുത്തിക്കയറ്റി അത് മുസ്ലിം വിരുദ്ധതയാക്കി. അപ്പോൾ ഹിന്ദു വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് സെക്യുലറായിട്ടുള്ളൊരു മനുഷ്യനെ സ്റ്റാമ്പ് ചെയ്ത് നിങ്ങൾക്ക് നേടാൻ ശ്രമിക്കുന്നത് എന്താ? ഇവിടുത്തെ മതനിരപേക്ഷത ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. ആ മതനിരപേക്ഷത ഇല്ലാതാകണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഇമോഷണലായിട്ടല്ല ബിഹേവ് ചെയ്യേണ്ടത്, ലോജിക്കലായിട്ടാണ് ബിഹേവ് ചെയ്യേണ്ടത്. ലോജിക്കലായിട്ടാണ് ബിഹേവ് ചെയ്യേണ്ടത്. പിണറായി വിജയൻ ചെയ്യുന്നത് ലോജിക്കലായിട്ടാണ്, കൃത്യമായ ലോജിക്കലായിട്ട്. എനിക്ക് ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വരുന്നു, നാളെയോ നാളെ കഴിഞ്ഞോ എന്ന് തന്നെ ആകട്ടെ. ആഫ്റ്റർ 15 days ഐ ആം റെഡി ടു വെയിറ്റ്. ഐ ഹാവ് നോ ഇഷ്യൂസ് ഇൻ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. 15 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് വരുന്നിരിക്കട്ടെ. അതിനകത്ത് MR അജിത് കുമാറിനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം അദ്ദേഹം ആക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം പാർട്ടീസൺ പൊളിറ്റിക്സ് കളിക്കുന്നതാണ്, ഇദ്ദേഹത്തിനെ പൂർണ്ണമായും വേണ്ടതുകൊണ്ട് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് പറയാം. ആ റിപ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ വെച്ചാൽ പ്രൈമറി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പം അത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണെങ്കിൽ അതിനെ തള്ളുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അപ്പം അടുത്ത റിപ്പോർട്ട് വരുമ്പം എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ എവിഡൻസ് അനുസരിച്ച് അദ്ദേഹം പറയുകയാണ് ഈ മനുഷ്യനെ വിടുന്നോട്ട്, എന്നാലും ഞാൻ മാറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് കള്ളക്കളി ഉണ്ടെന്ന് നമുക്ക് പറയാം. അല്ലാത്ത പക്ഷം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഈ കാര്യത്തിൽ ഇദ്ദേഹത്തെ ഇത് നേരത്തെ ഏൽപ്പിച്ചതാണ്. ആ നേരത്തെ ഏൽപ്പിച്ച റിപ്പോർട്ടിൽ ഇടയ്ക്ക് വെച്ച് മാറ്റുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് അവിടെ ഒരു റീഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യം വരുന്നത്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മുന്നിൽ വരുന്ന വാർത്തകൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തെ അങ്ങ് മാറ്റിയാൽ പോരെ എന്നുള്ള ഒരു സാധാരണ നറേറ്റീവാണ് വരുന്നത്. അതൊരു വല്ലാത്ത പൊളിറ്റിക്കൽ നറേറ്റീവാണ്, അതൊരു റാഷണൽ നറേറ്റീവ് അല്ല. ഒരു മുഖ്യമന്ത്രി എന്ന പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ പോലും എതിർത്താൽ പോലും അവിടെ ഇമ്പാർഷ്യാലിറ്റി കാണിക്കേണ്ടതായിട്ടുണ്ട്. ആ ഇമ്പാർഷ്യാലിറ്റി കാണിച്ചില്ലെങ്കിൽ അതിനകത്ത് ദൂരവ്യാപകമായ അപകടം സമൂഹത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിലുണ്ടാകും. വർഗീയത കളിക്കാതിരിക്കാനുള്ള എല്ലാ അന്തരീക്ഷം ഉണ്ടാക്കുക. അതാണ് ലാൽകുമാർ അതിനെ കാണുന്നത് ആ വിധത്തിലാണ്. അതായത് മുഖ്യമന്ത്രി അതിനെ വളരെ സൂക്ഷ്മതയോടെ കണ്ടുകൊണ്ട് തന്നെ നടപടികൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെ ധൃതി കാണിക്കാതെ ഏറ്റവും ശക്തവും വ്യക്തവുമായ നടപടികളിലേക്ക് കൊണ്ടുപോകുന്നു. അതിനനുസരിച്ചുള്ള അന്വേഷണവും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു.